ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ മുതൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഓർത്തോർത്ത് എന്നിട്ട് അവസാനം ഞാൻ മറന്നുപോയി. അപ്പോൾ വണ്ടിയെ കയറിയപ്പോൾ ഓർത്ത് അയ്യോ വീഡിയോ എടുക്കണമെന്ന് വണ്ടി സ്റ്റാർട്ടും ചെയ്തു. അപ്പോൾ പെട്ടെന്നൊരു ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. ആസ് യു ഗൈസ് നോ, ഓർ ഐ ഡോണ്ട് നോ ഇഫ് യു നോ, ബട്ട് ഐ ആം ട്രൈങ് ടു ലോഞ്ച് സംതിങ്. ആംപ്രിലീസോ എൻസോംബിൾ എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികൾക്ക് വേണ്ടി പോകാം എന്നോർത്തു. അപ്പോൾ പോകുമ്പം എല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത് നല്ലതാണല്ലോ. സോ ഐ തോട്ട് ഐ ജസ്റ്റ് ഡോക്യുമെന്റ് ദിസ്. ഗോയിങ് ടു ഐ ഗോട്ട് സം, ഐ ഡോണ്ട് നോ ഇഫ് ഐ ഷുഡ് റിവീൽ വാട്ട് ഐ എം ഡൂയിങ്. കാരണം ഐ എം പ്ലാനിങ് ഫോർ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് വെച്ച് അവസാനം റിവീൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കാണിക്കേണ്ടി വരുമല്ലോ. പക്ഷേ ചിലപ്പോൾ ഇച്ചിരിയൊക്കെ ഞാൻ കാണിക്കുമായിരിക്കും. ബട്ട് ഐ എം ഗോയിങ് സംവെയർ നൗ ബിക്കോസ് സം സ്റ്റഫ് കെയിം, സം റോ മെറ്റീരിയൽസ് കെയിം. ഇനി അതിനെ എനിക്ക് പ്രോഡക്റ്റിൻ്റെ രൂപത്തിലാക്കണം. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മാനുഫാക്ചറിൻ്റെ അടുത്ത് പോവാണ്. ഡിസൈൻസ് ഒക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി എനിക്കതിന് മാനുഫാക്ചറിൻ്റെ അടുത്ത് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ മിക്കവാറും ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവുമായിരിക്കും. പക്ഷെ മനസ്സിലാവുമ്പോൾ നിങ്ങൾ വിചാരിക്കും വാവ് എനിക്ക് മനസ്സിലായി ആംപ്രിലീസ് എന്ന് ഇറക്കാൻ പോകുന്നത്. പക്ഷെ അതല്ല. കാരണം ആംപ്രിലീസ് കുറേ സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. അതിൻ്റെ തോരണമായിരിക്കും ഇത്. നേരത്തെ പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ അത് ആൾക്കാർക്ക് മനസ്സിലായി. അവസാനം ഞാൻ ചെയ്ത് ഓരോ വീഡിയോയിൽ ഓരോ സാധനം കാണിച്ച് അവസാനം ഞാൻ വലിയ സർപ്രൈസ് ലോഞ്ച് വിചാരിക്കുന്നത് നടക്കത്തില്ലായിരിക്കും. പക്ഷെ യു ഗൈസ് ആർ യുനോ, നിങ്ങളില്ലെങ്കിൽ ഞാനില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ എന്തോ വലിയ സെലിബ്രിറ്റി. അത്രയൊന്നും ഇല്ല. പക്ഷേ അപ്പം ഞാൻ ഇപ്പോൾ കടയിൽ പോവാം. ഐ ഹാവ് ടു പിക്ക് അപ്പ് മോം ബിക്കോസ് മോം ഇസ് ദ ബോസ് ഓഫ് ദ ഇതുപോലത്തെ കാര്യങ്ങൾ. സോ അതുകൊണ്ട് അമ്മയും കൂടെ കൂട്ടി വി വിൽ ബി ഗോയിങ് സൂൺ. ഓക്കെ, ബൈ ബൈ. ബെല്ല ബെൽറ്റ് ഇടാൻ മറക്കരുത്. ചെറുപ്പം മുതൽ ഒരേ സ്ഥലത്ത് തന്നെ താമസിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയാലും നമുക്ക് അറിയാവുന്നവരെ കാണാൻ പറ്റും. ഈ ഒരു 800 മീറ്റേഴ്സിൻ്റെ ജേർണിയിൽ ഇപ്പം ഞാൻ കട വരെ പോകുന്ന സമയത്ത് ഞാൻ 5 പേരെ കണ്ടു. എക്സാജറേറ്റ് ചെയ്യുന്നതല്ല, 5 പേരെ എനിക്ക് അറിയാവുന്നവരെ കണ്ടു. മൈസെൽഫ് ബീങ് എ സോഷ്യൽ പേഴ്സൺ, എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. വരുന്ന വഴിക്കൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കയ്യിട്ട് കാണിച്ച് പോകുന്ന പരിപാടി. ഏകദേശം ഒരു 1.5 മാസമായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ പുറകെ ഇറങ്ങിയിട്ടുണ്ട്. ഓരോ പരിപാടികൾ ചെയ്ത് അതിലെല്ലാം കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് പറയാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാ കാര്യത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്ത് പറ്റുമോ എന്തോ. എന്തായാലും ഞാൻ ഇപ്പോൾ എവിടെ പോണെങ്കിലും ഏത് ഡിസൈൻ ചൂസ് ചെയ്യണമെങ്കിലും എനിക്ക് എപ്പോഴും അമ്മയുടെ ഒരു അപ്രൂവൽ ഉണ്ടെങ്കിൽ ഒരു ഉറപ്പാണ്. ഇപ്പോൾ ഈവൻ ദോ വെൻ ഐ ചൂസ് കളേഴ്സ് ഫോർ മൈ ക്ലോത്ത്സ് ഓർ മെറ്റീരിയൽസ് ഫോർ മൈ ക്ലോത്ത്സ്, ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് ചോദിക്കും. കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും എല്ലാവരെയും അത്യാവശ്യം അറിയാം, ഈ ഫീൽഡിലുള്ളവരെ അറിയാം, റോ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ അറിയാം. പിന്നെ എപ്പോഴും അവർ സൈഡിൽ നിന്നൊരു യെസ് ഓക്കെ ഫൈൻ എന്ന് പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഉറപ്പുണ്ട് നമുക്ക്. ഇന്നത്തെ പരിപാടി അധികമൊന്നും ഇല്ലായിരുന്നു. ഈ പറഞ്ഞ സ്ഥലത്ത് പോകുക എന്നുള്ളതായിരുന്നു. അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നാടൻ കരിക്ക് കുടിക്കാൻ ഒരു ആഗ്രഹം പെട്ടെന്ന് എനിക്ക് വന്നു. ചൂടൊക്കെ അല്ലേ, അപ്പം അങ്ങനെ അത് കുടിച്ചു. അപ്പം സാറ്റിനോ അങ്ങനെ തുണിമെല്ലാം എടുക്കാം. കളർ ഞാൻ കഴുകി നോക്കിയിട്ടെടുക്കാം. കുറച്ചു നേരം ഞങ്ങളുടെ മാങ്ങാനം ഏരിയയുടെ ഭംഗി നിങ്ങൾ കാണുക. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം മാങ്ങാനം. പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു കടയിൽ. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. കാരണം ഈ വീഡിയോ കുറച്ച് കുന്നതല്ലേ. ബാക്കി കാര്യങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം. പിന്നെ ഞാൻ കടയിലോട്ട് പോട്ടെ. നമ്മുടെ ബൊട്ടീക്ക് അനാബ്സ് 7 മണിക്ക് ക്ലോസ് ചെയ്യത്തുള്ളെങ്കിലും നമ്മൾ ഇന്ന് ഇത്രയൊക്കെ പോയ സ്ഥിതിക്ക് 6 മണിക്ക് ഇറങ്ങി വീട്ടിൽ പോകുന്നു. ഓ, ലൈറ്റൊക്കെ ഇട്ടാണല്ലോ പോകുന്നത്. അതാണ് ഇങ്ങനെ പോകുന്നത്. ഹലോ കുറച്ച് മുമ്പ് മാങ്ങാനത്തിൻ്റെ ഭംഗി ഇച്ചിരി നേരെ കാണിക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ കുറച്ച് നേരം മൂലേപ്പറമ്പിൻ്റെ ഭംഗി കണ്ടുകൊണ്ടിരുന്നോളൂ. എപ്പോഴും വീട്ടിൽ വരുമ്പം ഈ സൺസെറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസം. കുറേ വർഷമായിട്ട് കാണുന്നതാണെങ്കിലും ഇത് എല്ലാ ഈവനിങ് കാണുമ്പോഴും പിന്നെയും ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ഞാൻ ഇന്നുണ്ടാക്കിയ ബ്രുക്കീസ് ആണിത്. ബ്രുക്കീസ് മീൻസ് ബ്രൗണി പ്ലസ് കുക്കി. ഇത് പൊന്നു ബെല്ല. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ബെല്ലയെ കാണാൻ പറ്റുന്നുണ്ടോ. കാണിച്ചു തരാം. ബെല്ല കം ഹിയർ. നിങ്ങൾ വിചാരിക്കും ബെല്ലയ്ക്ക് ഞാൻ വിളിക്കുന്നതുകൊണ്ട് അനുസരണമുള്ളതാണ്. പക്ഷെ അല്ല, എൻ്റെ കയ്യിൽ ഇതിരിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ബ്രുക്കി. ഇറ്റ്സ് ബ്രൗണി പ്ലസ് കുക്കി. കണ്ടോ, ബ്രൗണി ഉണ്ട്, കുക്കിയും ഉണ്ട്. ഞാൻ പുറത്ത് പോയ സമയത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോയായിരുന്നു. തിരിച്ചു വന്നപ്പം നമ്മളത് കഴിക്കുന്നു. കണ്ടോ, ഇറ്റ്സ് വെരി ഗൂയി. ഇടയ്ക്ക് കുക്കിയുടെ ലെയറും ഉണ്ട്. എത്ര മധുരം കഴിച്ചാൽ മതി. അത് ഇത്ര കഴിക്കുന്നുള്ളൂ. ഇനി കഴിച്ചാൽ രാത്രിയിലത്തെ കഴിച്ചില്ലെങ്കിൽ പിന്നെ അമ്മ എന്നെ വഴക്ക് പറയും. പിന്നെ നമ്മൾ വെറുതെ എന്തിനാ. അപ്പോൾ നമ്മളിത് തിരിച്ചു കൊണ്ട് വെക്കാൻ പോവാം.
വീഡിയോ കുഞ്ഞതായതുകൊണ്ട് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന്. ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാൻ ആദ്യമേ BA എക്കണോമിക്സ് പഠിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 2 വർഷം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം ഞാൻ മാസ്റ്റേഴ്സ് ഇൻ സോഷ്യോളജി ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു എത്തും പിടിയില്ലാതെ ഇരുന്ന സമയത്ത് ഐ ഓൾവേസ് വാണ്ടഡ് ടു ഡു ബിസിനസ്. പക്ഷെ അത് കേൾക്കുമ്പോൾ കുറേ പേര് നോക്കി പുച്ഛിച്ച് ചിരിച്ചെങ്കിലും ഐ ഓൾവേസ് ഫെൽറ്റ് ലൈക്ക് ദാറ്റ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ഡു. കാരണം നമുക്കിപ്പം ഗോഡ് ഗിവൺ ആയിട്ടുള്ള ടാലൻസ് മൊത്തം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫീൽഡാണ് ടു ബി ഓണസ്റ്റ് ബിസിനസ് എന്ന് പറയുന്നത്, ഓൺട്രപ്രണർഷിപ്പ്. കാരണം നമ്മൾ ഒരെണ്ണത്തിലോട്ട് മാത്രം ലിമിറ്റഡ് അല്ലല്ലോ. അപ്പോൾ ഒരിടയ്ക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോവാം, ഞാൻ PhD ചെയ്തിട്ട് ഒരു പ്രൊഫസറായിട്ട് കോളേജിൽ പഠിപ്പിക്കാൻ പോകും. കാരണം പഠിപ്പിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ മാസ്റ്റേഴ്സിന് പോയ സമയത്താണ് ഞാൻ മാസ്റ്റേഴ്സിന് പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട് വാണി മാസ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ബിസിനസ് വുമൺ ടോക്കിംഗ് എനിക്കൊന്ന് കോളേജ് എന്തോ ഒരു ഷോയ്ക്ക് സംസാരിക്കുന്നതാണ്. വാണി അത് അയച്ചിട്ട് പറഞ്ഞു എപ്പോഴെങ്കിലും അമൃത ഏതെങ്കിലും കാലത്ത് എൻ്റെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ വന്നിട്ട് ഇതുപോലെയൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ എൻ്റെ പിള്ളേർ പഠിക്കുന്ന കോളേജിൽ വന്നിട്ട് ഇതുപോലെയൊക്കെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു മൊമെന്റിലൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോകണോ അതോ ബിസിനസ്സിലോട്ട് ഇറങ്ങണോ എന്നുള്ളത്. കാരണം ഫ്രം 2017 I've been doing stuff കുഞ്ഞതായിട്ട്. അപ്പോൾ അതൊന്ന് വിപുലീകരിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഐ വാസ് വെരി കൺഫ്യൂസ്ഡ് ഓൺ വാട്ട് ഐ ഷുഡ് ഡു. ബിക്കോസ് അവിടെ ഇവിടെയൊക്കെ മൈൻഡ് സ്കാറ്റേഡ് ആയിട്ട് കിടക്കണം. അപ്പോൾ എന്താ കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതിൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ പേരോടൊക്കെ റാൻഡമായിട്ട് നമ്മൾ ഓൺ ഡെയിലി ബേസിസ് സംസാരിക്കുമല്ലോ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലായി ദാറ്റ് ഐ ഷുഡ് ലിമിറ്റ് മൈ സെൽഫ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഒരു മെർച്ചൻഡൈസ് ആംപ്രലീസയുടെ ഒരു മെർച്ചൻഡൈസ് തുടങ്ങാം എന്നുള്ളത്. അപ്പം മോസ്റ്റ്ലി ഞാൻ ഡിസൈൻ ചെയ്യുന്ന സാധനങ്ങൾ കുറേ ഐറ്റംസ് ആയിട്ട് പ്രൊഡക്ട്സ് ആയിട്ട് ഇറക്കാനുള്ള ഒരു പ്ലാനിലാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് വഴിയേ പറയാം. ഇപ്പം ഇന്ന് നിങ്ങൾ കണ്ടു ക്ലോത്ത്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഒബ്വിയസ്ലി ക്ലോത്ത്സ് കാണുമല്ലോ, കാരണം അനാബ്സ് ആനിപ്രേം എന്ന് പറയുമ്പോൾ ക്ലോത്ത്സ് അതിൻ്റെ അകത്ത് ആംപ്രലീസ വരുമ്പോൾ ക്ലോത്ത്സ് വരുമല്ലോ. അതല്ലാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോസൊക്കെ ഞാൻ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് അത് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പം I hope you guys would support me in this journey because 26 വയസ്സായല്ലോ, ഇനി എന്തെങ്കിലും തീരുമാനിക്കാനുള്ള ഒരു പ്രായമായി, എന്തെങ്കിലും ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ആൻഡ് ഐ ഹോപ്പ് ദറ്റ് യു ഗൈസ് വുഡ് സപ്പോർട്ട് മീ ആൻഡ് ഡു പ്രേ ഫോർ മീ ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ സിമ്പിൾ തിങ്. കാരണം ഇപ്പോൾ ആസ് ഓഫ് നൗ ഐ എം ജസ്റ്റ് വൺ പേഴ്സൺ ഹു ഇസ് ട്രൈങ് ടു ഡു ദിസ്. ആൻഡ് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാനും അധികം മിസ്റ്റേക്സ് ഒന്നും വരാതെ എല്ലാം നല്ലതായിട്ട് ചെയ്യാനുള്ളൊരു ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഡു പ്രേ ഫോർ മീ. ആൻഡ് യാ ഐ വിൽ ടേക്ക് യു ത്രൂ ദ സ്റ്റഫ് ദാറ്റ് ഐ എം പ്ലാനിങ് ടു ഡു. ഇനിയൊരു എന്താ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അമ്മ അവിടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. എനിവേസ് അപ്പോൾ ഒരു 2 months ലോഞ്ച് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല സാധനങ്ങൾ പലയിടത്ത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് ചിലത് ഞങ്ങളുടെ കടയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പം ഇൻ 2 months ഐ എം ഹോപ്പിംഗ് ടു സ്റ്റാർട്ട് ഓൾ ഓഫ് ഇറ്റ്. വേറെ ഒന്നുമില്ലല്ലോ. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോയ്ക്ക് അത്യാവശ്യം നീളം വന്ന് കാണും, കാരണം യൂട്യൂബിലിടുന്ന വീഡിയോയിൽ ഇച്ചിരിയെങ്കിലും നീളം വേണ്ടേ. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നത്തെ എപ്പിസോഡ്സിൽ പറയാം. ഓക്കെ, ബൈ.